ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ദ്രാവിഡ കാലഘട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. ആര്യന്മാരുടെ വരവോട് കൂടിയാണ് ശിവക്ഷേത്രങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. ഇത് ഏതാണ്ട് 450 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ്. 2001 ഈ ക്ഷേത്രം തീപിടിച്ച് നശിച്ചു പോയിരുന്നു. അതിനുശേഷം നാട്ടുകാരാണ് വീണ്ടും ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ചന്ദമംഗലത്തെ തന്നെ ഒന്നാമത്തെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇത്. അതിനുശേഷമാണ് ധർമ്മശാസ്ത്രം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ശ്രീ ധർമ്മശാസ്ത്ര എന്നാണ്, ശാസ്താവ് ക്ഷേത്രം എന്നാണ് ഇപ്പോൾ അറിയപ്പെട്ടു വരുന്നത്. ഇവിടെയാണ് വില്ലാർവട്ടം രാജാവിന്റെ രാജകുടുംബം ഉണ്ടായിരുന്നത്. ഇവിടെയാണ് അവര് കാലങ്ങളായി താമസിച്ചു വന്നിരുന്നത്. എന്നാൽ വർഷക്കാലമാകുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട് വരികയും മലവെള്ളം വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇവര് കോട്ടയം കോവിലത്തെ കുന്നിന്റെ മുകളിൽ ഒരു അമ്പലം പണിത് അവിടെയാണ് ഈ രാജകുമാർ താമസിച്ചിരുന്നത്. ഇപ്പോഴും ഈ കാണുന്നത് ആ രാജകൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അവരുടെ അവസാന ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ നേരിയൊരു ഓർമ്മ എനിക്കുണ്ട്. ഇവിടുന്ന് അവര് കോട്ടയംകുളത്ത് പോവുകയും മലവെള്ളം ഇറങ്ങിയതിനു ശേഷം വീണ്ടും ഇവിടെ തന്നെ വന്ന് വസിക്കുകയും ചെയ്തിരുന്ന രാജാക്കന്മാരുടെ ഒരു സ്ഥാനം കൂടിയാണ് ഇത്. കേരളത്തിലെ 108 തളീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേന്ദമംഗലത്തെ ഈ തളീക്ഷേത്രം. ഇതും പാലിയം ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിലും കാലക്രമേണ ഇപ്പോൾ നാട്ടുകാരാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്തുന്നത്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ 20-നും 25-നും ഇടയ്ക്ക് ഇവിടെ ഉത്സവം നടക്കുന്നു. വിവിധതരം കലാപരിപാടികൾ, നാട്ടുകാരുടെ കലാപരിപാടികൾ അടക്കം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രസാദകൂട്ട് നടത്തി വരുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള നാനാജാതി മതസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഉത്സവകാലത്ത് ഈ അമ്പലത്തിൽ ലഭിക്കുന്നുണ്ട്. അതും വലിയൊരു വിജയം തന്നെയാണ്. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായി ചേന്ദമംഗലത്തുള്ള ഈ തളീക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത കൂടെ ആണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഇവിടുത്തെ മത ജാതി വിഭാഗക്കാരെല്ലാവരും അണിയേർന്നാണ് ഈ ഉത്സവം ഇവിടെ ഇന്ന് ആഘോഷിച്ചു വരുന്നത്.